മലയാളത്തിലെ അപ്കമിംഗ് റിലീസുകളിൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കാത്തിരിക്കുന്ന ഒന്നാണ് ദൃശ്യം 3. മലയാളത്തിൽ മാത്രമല്ല മറുഭാഷാ ചലച്ചിത്ര പ്രവർത്തകരിലും ആ കാത്തിരിപ്പ് ഉണ്ട്. അത്രയധികം മറുഭാഷാ റീമേക്കുകൾ ഉണ്ടായ ഫ്രാഞ്ചൈസിയുടെ മൂന്നാം ഭാഗം എന്നത് തന്നെ അതിന് കാരണം. മെയ് 21-ന് ചിത്രം ലോകം വ്യാപകമായി തിയേറ്ററിൽ എത്തുകയാണ്. എന്നാൽ ജോർജ് കുട്ടിയുടെ മൂന്നാം വരവ് ശരിക്കും ആവേശം ഉണ്ടാക്കുന്നുണ്ടോ പ്രേക്ഷകർക്കിടയിൽ? ഇപ്പോഴിതാ അതിനുള്ള സൂചന നൽകിക്കൊണ്ട് ചിത്രത്തിന്റെ ആദ്യ ബോക്സ് ഓഫീസ് കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗിൽ നിന്നുള്ള സംഖ്യയാണിത്. ഇന്ത്യയിൽ ഔദ്യോഗികമായി അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ലെങ്കിലും ചില വിദേശ മാർക്കറ്റ് റിലീസിന് രണ്ടാഴ്ച മുമ്പേ തന്നെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു. കേരളത്തിൽ റിലീസ് ദിനത്തിൽ ഫാൻ ഷോകളും ഹൗസ്ഫുള്ളായി തുടങ്ങിയിട്ടുണ്ട്. വിദേശ മാർക്കറ്റിൽ പ്രീമിയം ഷോ റിലീസ് ദിന ഷോയ്ക്കും ടിക്കറ്റ് വിറ്റതിൽ നിന്ന് ചിത്രം $75,000, അതായത് 70.8 ലക്ഷം രൂപ പിന്നിട്ടതായി ട്രാക്കർമാരായി റിപ്പോർട്ട് ചെയ്യുന്നു. ആദ്യ വാരാന്ത്യത്തിനുള്ളിൽ വിദേശ ബുക്കിംഗ് $1.15 ലക്ഷം എത്തും. കേരളത്തിൽ ഫാൻ ഷോ ടിക്കറ്റ് വിൽപ്പന കൂടി പരിഗണിച്ചാൽ ദൃശ്യം 3 ഇതിനോടകം തന്നെ 1.50 കോടി നേടി. ഇന്നലെ പുറത്തുവിട്ടിരിക്കുന്ന കണക്കാണിത്. കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ, അതും രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇത്രയധികം നേടി എന്നതിനാൽ ദൃശ്യം 3 സിനിമാ പ്രേമികൾക്കിടയിൽ സൃഷ്ടിച്ചിരിക്കുന്ന ആവേശം വ്യക്തമാണ്. ഓപ്പണിംഗിൽ ചിത്രം എത്രത്തോളം നേടുമെന്നാണ് ഇൻഡസ്ട്രി കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം. പോസിറ്റീവ് അഭിപ്രായം വരുന്ന പക്ഷം എമ്പുരാന്റെ ഓപ്പണിംഗ് റെക്കോർഡുകൾ പോലും മറികടക്കുന്ന ചിത്രമാവാൻ കഴിയുന്ന ഒന്നാണ് ദൃശ്യം 3 എന്ന് വിലയിരുത്തപ്പെടുന്നു. എന്നാൽ അതറിയാൻ മെയ് 21 വരെ കാത്തിരിക്കണമെന്ന് മാത്രം. മോഹൻലാലിന്റെ പിറന്നാൾ ദിനം കൂടിയാണ് മെയ് 21. നേരത്തെ ഏപ്രിൽ 2-ന് എത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ചിത്രം പിന്നീട് മെയ് 21-ലേക്ക് നീട്ടുകയായിരുന്നു. ചിത്രത്തിന്റെ വിപണന മൂല്യം തിരിച്ചറിഞ്ഞ് ബോളിവുഡിൽ നിന്നുള്ള പ്രമുഖ സ്റ്റുഡിയോസും ആശീർവാദിനോടൊപ്പം ചേർന്നിട്ടുണ്ട്.